മാഗി എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്സ്? ടേസ്റ്റ് ഉണ്ടാക്കാൻ എന്റെ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യാം. സ്പെഷ്യൽ എന്താണ് സ്പെഷ്യൽ എന്ന്? പൊട്ടറ്റോ വിത്ത് പൊട്ടറ്റോ. ഇതിലിപ്പോ ഉപ്പിട്ടിട്ട് കഴുകണോ അല്ലേ? ഉപ്പിട്ടിട്ട് വറക്കണം. ഗൈസ് ഇത്ര നേരം കൈ കൊണ്ട് ഇളക്കിരുന്നേച്ചവളാ. ഒരു കൈ കൊണ്ട് ഇളക്കിക്കോ എല്ലാവരും. കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. ഇത് ഫോളോ ചെയ്യണം. റിസൾട്ട് കമന്റ് ബോക്സിൽ പറയാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല കുനുന ചോപ്പ് ചെയ്ത സാധനമാണ് വേണ്ടത്. ഈ ജർമ്മനിയിൽ വന്നിട്ടുള്ള ലൈഫ് 1 month കഴിഞ്ഞില്ലേ, എങ്ങനെയുണ്ട് പറയ്. പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന പിള്ളേർക്കുള്ള ഉപദേശം ശരിക്കും പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, എന്താ വലിയ സ്ട്രഗിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണതല്ലേ ഉള്ളൂ. എങ്ങനെയാണ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പൊ എത്ര എക്സ്പെൻസ് നമ്മള് 1 month എത്ര ആയിരുന്നാവും. കൂടുതലായെങ്കിലും എത്രയും നോക്കിയിട്ടില്ല. ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ലക്ഷറീസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. അല്ലാതെ പാർട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ലേ? പറ്റും. അടുത്ത് വന്നവർക്കാണ് കൂടുതലും ഡൗട്ട് നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അതെങ്ങനെയാ? ഇപ്പൊ നമ്മൾ ബ്ലോക്ക്ഡ് എമൗണ്ട് തീരുന്നവരെ നമുക്ക് ആ എമൗണ്ട് കിട്ടുമല്ലോ ഓരോ മന്ത്. അത് നമുക്ക് വേണമെങ്കിൽ നാട്ടിലോട്ട് അയച്ചിട്ട് ലോൺ അടച്ചു തുടങ്ങാം. അടച്ച് തീർക്കാൻ വേണമെങ്കിൽ തീർക്കാമെന്നല്ല, ബ്ലോക്ക്ഡ് എമൗണ്ട് കിട്ടുന്ന അത്രയും നമുക്ക് അയക്കാം. പിന്നെ ബ്ലോക്ക്ഡ് എമൗണ്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ പൈസ വെച്ചിട്ട് വേണം ഇവിടുത്തെ ചെലവും പിന്നെ ബാക്കി ഉണ്ടാകും. എനിക്കറിയില്ല, ഉണ്ടാവുമെങ്കിൽ നാട്ടിലോട്ട് അയക്കാൻ പറ്റും. വന്ന് ഒരു മന്ത് കഴിഞ്ഞാൽ അത്രയൊക്കെ അറിയുള്ളൂ പറയാൻ. അടുത്ത സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് മുട്ട. ഇത് കണ്ട പാല്, ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചേക്കണ പാല്. കഴിഞ്ഞാല് നേരെ സവാള എടുത്തിട്ട് വഴറ്റാൻ വെക്കണം. അതിന്റെ ഇടയില് FSJ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ FSJ എന്ന് പറഞ്ഞാല് ജർമ്മനിയിലേക്ക് വരാൻ നിൽക്കണവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. FSJ എന്ന് പറഞ്ഞാല് ഇതൊരു വോളണ്ടിയർ പ്രോഗ്രാമാണ്. FSJ എന്നും പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി ഉണ്ട്. PFD എന്ന് പറഞ്ഞിട്ടുണ്ട്. FSJ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ റെഡ് ക്രോസ് അങ്ങനെ പാലിയേറ്റീവ് പോലത്തെ കുറച്ച് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു പരിപാടിയാണ് ഈ FSJ എന്ന് പറഞ്ഞാല്. 27 എനിക്ക് തോന്നുന്നു മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാല് 27 വയസ്സ് വരെയാണ്. 27 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് BFD എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് B1 2 മൊഡ്യൂൾ അല്ലെങ്കിൽ 3 മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് ഈ പ്രോസസ്സ് അഡ്മിഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഹോസ്റ്റ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഫുൾ മൊഡ്യൂൾ വേണം. പക്ഷെ ഇതിന് B1 മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 6 മാസം 8 മാസത്തേക്ക് വരെയുള്ള കോഴ്സ് കിട്ടും. 1 വർഷം കഴിഞ്ഞുള്ള ട്രെയിനിങ് പ്രോഗ്രാമും ഉണ്ട് FSJ തന്നെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹോസ്റ്റ് ബിൽഡിംഗിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഏറ്റെടുക്കണാണ്. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഹോസ്പിറ്റല്, എമർജൻസി ആയിട്ടുള്ള കുറെ സ്ഥലങ്ങള്, പിന്നെ കിൻഡർ ഗാർഡൻ, പിന്നെ വയ്യാത്ത പിള്ളേരെ, ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേർക്കുള്ള സ്കൂൾസ്, പിന്നെ ആംബുലൻസ്, ഡ്രൈവർ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞാൽ നേരെ ഹോസ്റ്റ് ബിൽഡിംഗിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ FSJ ചെയ്യുന്ന ടൈമിൽ തന്നെ 400 മുതൽ 500 യൂറോസ് വരെ സ്റ്റൈപ്പൻഡ് കിട്ടും. കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഡൗട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. സവാള വഴറ്റി വന്നിട്ടുണ്ട്, വഴറ്റിയല്ല കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഇടാം അതിലേക്ക്. മതി മതി മതി. ഉപ്പിടണോ കേട്ടാ? ഉപ്പും കൂടി മതിയാ? ലാംഗ്വേജ് എങ്ങനെയാണ്? ജർമ്മൻ ലാംഗ്വേജ് പറയും. നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാണ്ട് പാർട്ട് ടൈം കിട്ടുമോ? പാർട്ട് ടൈം ആമസോണൊക്കെ കിട്ടും, അല്ലാതെയും കിട്ടുന്ന സ്ഥലമുണ്ട്. എന്നാലും മിക്കുന്ന റെസ്റ്റോറന്റ് നമുക്ക് ഈസി ആയിട്ട് അധികം കഷ്ടപ്പെടാതെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്തായാലും ജർമ്മൻ അറിയണം. അതായിരിക്കും ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട്. വെയർ ഹൗസിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. നല്ല പട്ടിപ്പണി എടുക്കാൻ വെയർ ഹൗസിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കാൻ പറ്റുമോ? ഇവിടെ വന്നിട്ട്
ഇവിടെ വന്നിട്ട് നമ്മള് അത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നാൽ കൂടുതൽ ആൾക്കാർ മലയാളീസായിട്ട് കൂട്ടുകൂടി മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. ഫുള്ളേ മറക്കും, ഉള്ളത് കൂടി മറക്കും. ഓക്കെ. FSJ ഒക്കെ വന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൂടുതൽ സംസാരിക്കണത് ജർമ്മൻസിനോട് തന്നെയാണ് കൂടുതൽ സംസാരിക്കുക. അപ്പൊ ലാംഗ്വേജ് എന്തായാലും ഇമ്പ്രൂവ് ആക്കും. ഇപ്പൊ ഞാനിവിടെ മാസ്റ്റേഴ്സിന് വന്നിട്ട് എനിക്ക് ഇതേവരെ ഒരു ഇമ്പ്രൂവ്മെന്റും ലാംഗ്വേജിൽ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ ആറ് മാസം കഴിഞ്ഞ്, പക്ഷെ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ FSJ പോലത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ എടുത്താൽ ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. നമുക്ക് പിന്നീട് നല്ല നല്ല ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓസ് ബിൽഡിങ്ങിൽ തന്നെ. മെയിൻ ആയിട്ടുള്ള സാധനം വെള്ളം കുറവാണ്, അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യേണ്ടി വരും. നല്ല മുട്ട വറുത്ത് പോയി അമ്മുന്റെ എല്ലാ സാധനവും ഇതിന്റെ ഇടയിലാണ് ഗൈസ്. ഇത് എടുക്കാൻ അറിയണവര്, ഇതിന്റെ ഇടയിലെ സാധനങ്ങൾ എടുക്കാൻ അറിയണവര് കമന്റ് ചെയ്യാ. ഞങ്ങളിവിടെ തടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, അത് വെച്ചിട്ട് നമുക്ക് പറ്റുന്നതാണ്. നേരത്തെ കേറിയായിരുന്നു, നമുക്കിവിടെ തള്ളി, കാരണം നമുക്ക് ഇതിൽ കൂടെ ഒന്നും കേറിയിട്ട് കാര്യമില്ല, കൈയും കൂടി പോലും പോകത്തില്ല. സാധാരണ കാണുന്ന രീതിയിലല്ലേ നമ്മൾ വെറൈറ്റി ആയിട്ട് വെള്ളത്തിലാണ് നമ്മൾ മസാല പൊട്ടിച്ചിടണം. സംഭവം എന്താന്ന് വെച്ചാല് വെള്ളം ഇട്ടില്ല, മറന്നായിട്ട് ടിപ്പാണിത്. അപ്പൊ ടേസ്റ്റ് കൂടോ? സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഈസി ആയിട്ടുള്ള മാഗി ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തില് നമുക്ക് ഈസി ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കുന്നു. അടച്ചു വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ഇതും കൂടി മിക്സ് ചെയ്താല് നമ്മുടെ ടേസ്റ്റി ഇപ്പി മസാല റെഡി. മസാല അല്ല, ഇപ്പി നൂഡിൽസ് റെഡി. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ളതാണ്. ഉണ്ടാക്കണ ആളെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാമോ? കണ്ടാ, ഇവിടെ എന്തുണ്ടാക്കിയാലും ഇതെന്നെ പറയും. കഴിഞ്ഞ സ്വന്തമായിട്ട് ഫുഡ് കഴിച്ചിട്ട് സ്വന്തമായിട്ട് ഛർദ്ദിക്കാൻ പോണ ആളെ ഞാനെങ്ങാനോട് ഉണ്ടാക്കിയിരുന്നെങ്കിലില്ലേ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേണ്. അത് ഇത്ര കഴിച്ചത്. നൈസ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണം. സൂപ്പർ നൈസ്. ചുമ്മാ മസാല ഇട്ട് ഉണ്ടാക്കണേക്കാളും രസമാണ് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് ചെയ്യണത്. ഇനി ഇതേപോലത്തെ ഈസി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, ഫോളോ ചെയ്യാം.